ഹായ് ഹലോ. പൊതുവേ എല്ലാവരും പറഞ്ഞൊരു പ്രശ്നമാണ് മാക്സി കട്ട് ചെയ്യുമ്പോൾ സ്ലീവിന് കിട്ടണില്ല, നെക്കിന് കിട്ടണില്ല. നമ്മളിത് നോക്കാൻ പോകുന്നത് ഒരു മാക്സിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒറ്റ പീസിൽ നിന്ന് തന്നെയാണ് സ്ലീവിന് വേണ്ടിയിട്ടും നെക്കിന് വേണ്ടിയിട്ടും കട്ട് ചെയ്തെടുക്കുന്നത്. അതും ഒരു തുള്ളി പോലും തുണി വേസ്റ്റ് ആക്കാതെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പരാതിയും പരിഭവമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കത്തില്ല. ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓളിലിട്ട് വെച്ചാൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ഒറ്റൊരു ഫ്രെയിമിൽ ക്ലോത്ത് ഫുള്ളായിട്ട് കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. ആസ് യൂഷ്വൽ ക്ലോത്ത് 4 മടക്കി വെച്ചു. സത്യം പറഞ്ഞ മാക്സി നമുക്ക് സ്റ്റിച്ചിങ് അടക്കം അരമണിക്കൂർ കൊണ്ട് പരിപാടി കഴിക്കാട്ടോ. അത്രയ്ക്കും സിമ്പിൾ ആണ്. ഇനി ഇത് ഫുള്ളായിട്ട് നിവർത്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രെയിമിൽ ഇത്രേ കാണിക്കാൻ കഴിയുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ കട്ടിങ്ങിന്റെയും സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ മെയിൻ പരിപാടികൾ മുകൾ ഭാഗത്താണല്ലോ വരുന്നത്. താഴേക്ക് ജസ്റ്റ് ഒരു ഷേപ്പിംഗ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ താഴേക്ക് പോകുന്നതനുസരിച്ചിട്ട് അതും കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ നമുക്ക് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. നമ്മൾ ഏതൊരു ഡ്രസ്സ് ചെയ്യുകയാണെങ്കിലും ആദ്യം ഷോൾഡർ വേണം കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ശേഷം ആം ഹോൾ, എന്നിട്ട് ബാക്കി വരുന്ന അളവുകളൊക്കെ 1 by 1 ആയിട്ട് അടയാളപ്പെടുത്തി. എനിക്ക് ഷോൾഡർ 14 ഇട്ടുള്ളത്. അപ്പൊ ഞാനിതാ ഈ ഒരു ക്ലോത്തിൽ 14ന്റെ ഹാഫ് 7 ഷോൾഡർ ആക്കി അടയാളപ്പെടുത്തിയെടുക്കുന്നത്. ആ ഒരു 7 തന്നെയാണ് ആം ഹോളും എടുക്കുന്നത്. അതായത് നമുക്ക് കിട്ടുന്ന ഷോൾഡർ ഉണ്ടല്ലോ, ആ ഒരു ഷോൾഡറിന്റെ സെയിം അളവിൽ തന്നെയാണ് നമ്മുടെ ആം ഹോളും വരിക. അപ്പൊ ഷോൾഡറും 7 അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ഹോളും 7 അടയാളപ്പെടുത്തി. എനിക്ക് ചെസ്റ്റ് 41 ഇട്ട് വരുന്നത്. അതായത് 37 കറക്റ്റ് ചെസ്റ്റ് വരുന്നത്. അതിലേക്ക് ഒരു 4 കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ തയ്യൽ തുമ്പിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ 4 കൂട്ടി കൊടുത്തപ്പോൾ 41 ആ ഒരു 41നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 10.2 ആ ഒരു രീതിക്കാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഒരു 10.4 നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്തില്ല, അതിൻ്റെ ആ ഒരു എൻഡിൽ കൂടെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് 10.4 ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കണക്റ്റ് ആക്കി കൊടുത്തു. ഇപ്പോൾ നമുക്കവിടെ ഒരു എൽ ഷേപ്പ് ആയിട്ട് കിട്ടി. ഇനി ഒരു ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ശരിക്കും നോക്കുകയാണെങ്കിൽ മാക്സിക്ക് നമുക്ക് ഈ 1 ഇഞ്ചിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ ഇതൊരു കോട്ടൺ പീസ് ആയതുകൊണ്ട് ഇത് ചുരുങ്ങി പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടുമാണ് ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച്, സോറി 1/4 ഒരു 1/2 ഇഞ്ചൊക്കെ മതി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കോട്ടൺ പീസൊക്കെയാണ്, അതായത് തിരുമ്പുന്ന സമയത്ത് ചുരുങ്ങി പോകുന്ന ടൈപ്പ് ആണെങ്കിൽ അതുപോലെ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. ഇനി ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 9.5 ഷേപ്പിന്റെ ഭാഗത്തൊന്ന് അടയാളപ്പെടുത്തി എടുക്കട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കണക്റ്റ് ആക്കി. ഇനി നമ്മുടെ സീറ്റിന്റെ അടയാളം എടുത്തിട്ട് ആ ഒരു കിട്ടുന്ന അളവിലേക്ക് ഒരു 4 or 5 എക്സ്ട്രാ കൂട്ടി കൊടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടിയ സീറ്റ് അളവിലേക്ക് ഒരു 3 ഇഞ്ച് കൂട്ടിയിട്ട് 13 കേട്ടോ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, താഴേക്ക് പോകുന്തോറും നമുക്ക് എത്രയാണോ ലെങ്ത്ത് വരുന്നത് ആ ഒരു ലെങ്ത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെരിച്ചിട്ട് വേണം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ. എനിക്കിവിടെ 53 വേണ്ടത്. 52 വരുന്നത്. 53 തയ്യൽ തുമ്പ് അടക്കമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നതിനനുസരിച്ചിട്ട് ഒന്ന് ചെരിച്ച് ഈ ഒരു പോർഷൻ എത്തിയപ്പോൾ ലാസ്റ്റ് ഈ ഒരു ക്ലോത്തിന്റെ എൻഡിലാണ് കൊണ്ട് മുട്ടിച്ചത്. നമുക്ക് ആം ഹോൾ ആണ് കേട്ടോ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഇവിടെ ഷോൾഡറും അതുപോലെ തന്നെ ചെസ്റ്റും ഒന്ന് അറ്റാച്ച് ചെയ്തപ്പോൾ നമുക്കൊരു ഭാഗം അവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു കോണായിട്ട്. ആ ഒരു കോൺ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒരു 1.5 ഞാനിതാ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു കർവ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ആം ഹോൾ കറക്റ്റ് ഫ്രഞ്ച് കർവ് തന്നെ വേണമെന്നില്ല കേട്ടോ. ജസ്റ്റ് നമുക്കിതാ ഫ്രീ ഹാൻഡ് ആയിട്ടും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ കയ്യിൽ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയല്ലോ, ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ആം ഹോൾ ചെരിച്ച് വന്നിട്ട് മുട്ടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടല്ലോ എക്സ്ട്രാ, ആ ഒരു അറ്റത്തേക്കല്ല. എവിടെയാണോ ചെസ്റ്റ് അടയാളപ്പെടുത്തിയത് അതുമേലാണ് ലാസ്റ്റ് നമ്മൾ ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു എൻഡ് ഉണ്ടാവേണ്ടത്. ബാക്കി ആ ഒരു തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്ക് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു താഴത്തേക്കും അതുപോലെ തന്നെ നമുക്കൊരു 1 ഇഞ്ച് വ്യത്യാസത്തിൽ ഒന്ന് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് ആ ഒരു നോർമലായിട്ടുള്ള അളവുണ്ടല്ലോ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച് അതിലേക്കൊന്ന് ജസ്റ്റ് മുട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്താ എപ്പോഴും നമ്മൾ ഇവിടെ ചെയ്യുന്നത് വലിയ അർത്ഥമൊന്നുമില്ല, കാരണം നമ്മൾ എക്സ്ട്രാ ഒരു പീസ് വെച്ച് കൊടുക്കില്ല. ആ ഒരു പീസിലാണ് ചെയ്യുന്നത് കാര്യമുള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അവിടെ 3 ഞാൻ എടുക്കുന്നത് കേട്ടോ. 3 ഈ ഒരു വിഡ്ത്ത് എടുക്കുന്നത്. 3 എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്കും ഒരു 4 അല്ലെങ്കിൽ 5 കേട്ടോ. നമ്മൾ നൈറ്റിയൊക്കെ അടിക്കുന്ന സമയത്ത് ഈ ഒരു സ്ക്വയറിലാണ് നെക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ നോർമൽ നൈറ്റിന്ന് വേറെ ലുക്കായിരിക്കും കിട്ടുക. ഒരു എന്താ പറയുക, ഒരു കുർത്ത, ഒരു ചുരിദാർ ആ ലുക്കിലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുക. ഒരു സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഈ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റാക്കി തന്നെ കട്ട് ചെയ്യുക.
ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും ഒരു പീസാണ് കേട്ടോ ബാക്കിയായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പോർഷൻ നമുക്ക് സ്ലീവ് ചെയ്തെടുക്കണം, നെക്ക് മറിച്ചെടുക്കാനൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ സ്ലീവ് കട്ട് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് ഇത് നോക്കാം. 7 അല്ലേ നമ്മൾ കൈക്കൂലി എടുത്തത്. അപ്പോൾ ആ ഒരു 7 നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇതാട്ടോ, ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് 7. ഇനി ജസ്റ്റ് ഇവിടുന്ന് ഒന്ന് നമ്മളെ നോർമലായിട്ട് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മളെടുത്ത 7ൻ്റെ കുറച്ച് താഴേക്ക് ഒരു 1.5 ഇഞ്ച് താഴേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക. ജസ്റ്റ് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, സ്ലീവിൻ്റെ ആ ഒരു പാറ്റേണിലൊന്ന് ഇതാക്കിയെടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു പോർഷൻ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഇത്രയും പീസാണ് നമുക്ക് വരുന്നത്. അതിന് ഈ ഒരു പീസ് ഒന്ന് ജസ്റ്റ് മാറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു പീസ് ഒന്ന് നമുക്ക് നെക്ക് ചെയ്തെടുക്കാനാണ് കേട്ടോ. ജസ്റ്റ് ഇത്ര നമുക്ക് എത്രയാണോ നെക്കിന് ഇറക്കാൻ വേണ്ടത് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ഒരു 11 എടുക്കുന്നുണ്ട് കേട്ടോ. 10 11 മടക്കി തയ്ക്കുമ്പോൾ 10 ആകും. ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ചെയ്യേണ്ടത് സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ഈ ഒരു 2 പീസും കൂട്ടി തയ്ച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലെ നെക്ക് മറിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു പോർഷൻ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്താൽ ഇപ്പോൾ 2 പീസാക്കി എടുത്തു. ഇനിയും ഇത് തന്നെ ഒന്ന് ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് പിന്നെ വരുന്ന ഈ പീസുകൾ നോക്കാം. നമുക്ക് നമ്മുടെ കൈക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള 3 സ്ലീവ് പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഫുൾ സ്ലീവാണ്. അതുപോലെ തന്നെ നെക്കിന് വേണ്ടിയിട്ടുള്ള പോർഷനും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ചെറിയൊരു പീസ് മതി കേട്ടോ. എത്രയാണോ ജസ്റ്റ് ഞാൻ ഈ ഒരു ലെവലിൽ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് നെക്ക് നമുക്ക് പീസ് വെച്ചിട്ടും ചെയ്തെടുക്കുക, ക്രോസ് പീസ് വെച്ചിട്ടും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ സുഖം അതനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ബാക്കിലൊരു പീസാണ് വെച്ച് കൊടുക്കുന്നത്. സ്ലീവ് നമ്മൾ പീസാക്കി കട്ട് ചെയ്ത് വെച്ചല്ലോ, ഈ ഒരു ഭാഗങ്ങളൊക്കെ ഈ ഒരു പീസിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക, ഇങ്ങോട്ട് മറിച്ചെടുക്കുക. എന്നിട്ട് അടുത്ത പീസ് ഇതുപോലെ തന്നെ നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. എന്നിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് മറിക്കുമ്പോൾ ഈ ഒരു സ്ലീവ് നമുക്ക് കണക്റ്റ് ആയിട്ട് കിട്ടും. സ്റ്റിച്ചിങ് ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. 2 സ്ലീവ് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് എക്സ്ട്രാ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. അതായത് നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതൊക്കെ ആക്കി ഇനി ഇതുപോലെ ഇതിലെന്തെങ്കിലും മാറ്റുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത്, ഇത് നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 സ്ലീവ് ഓക്കെ ആയി. നമുക്ക് നെക്കാണ് വേണ്ടത്. സ്ലീവ് ഓക്കെ കഴിഞ്ഞ് നമുക്ക് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നെക്കിന് മറിച്ചടിക്കാനുള്ള പീസാണ് ഇത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും വേണമെങ്കിൽ ചെയ്യാം, ബാക്കിലേക്കും ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലേക്കാണ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഷേപ്പിലായിട്ട്. ഇനി നമ്മുടെ കയ്യിൽ ലൈസൊക്കെ എന്തുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ എത്രയാണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. നെക്കിൻ്റെ ലെങ്ത്ത് വിടുത്തൊക്കെ ഇതൊന്ന് കറക്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഇതിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഞാൻ നെക്കിന് 3 കേട്ടോ വിടുത്ത് എടുക്കുന്നത്. നമുക്ക് 3 തന്നെ നോർമലാണേ. നെക്ക് ഞാൻ ഇവിടെ 4.5 എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4.5 എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 5-6 ലെവലിൽ തന്നെ കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ടും തിരിച്ച് അടയാളപ്പെടുത്തി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് ഒന്നാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ട്രേസ് ആയിട്ടുണ്ടാവും. ഇതൊന്ന് കറക്റ്റാക്കിയിട്ട് എടുക്കുക. ഇനി നമുക്ക് നേരെ നമ്മുടെ മെയിൻ പീസിൽ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കാം. നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. ശേഷം മറിച്ചെടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കിലേക്കാണ് പോകണം. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിലേക്കാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചീത്ത വശം എടുക്കുക കേട്ടോ. ചീത്ത വശം എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ചീത്ത വശം തന്നെ ഇങ്ങനെ വേണം വെച്ച് കൊടുക്കാൻ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ടായിരിക്കും മറിഞ്ഞു വരിക. അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഞാനിത് ഈ ഒരു ഭാഗത്താണ് നെക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചീത്ത വശത്ത് വേണം ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാൻ. അപ്പോൾ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. പിന്നെ നെക്ക് പോർഷൻ നമ്മൾ കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഈ ഒരു ഉൾവശം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ കട്ട് വീയാൻ പാടില്ല. നമ്മളിതാ ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഒന്ന് പ്രസ് അടി കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്ക് നെക്കും ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ടിലേക്ക് മറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം നഖം വെച്ചിട്ട് ഒന്ന്
കറക്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഷോൾഡറും സ്ലീവൊക്കെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ മാക്സി ക്ലോത്ത് തേയില്ല എന്നുള്ളൊരു പരാതിയേ ഉണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സ്ലീവ് ചെയ്യുക, ഹാഫ് സ്ലീവ് ചെയ്യുക, 3/4 ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം കേട്ടോ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.